ആരും തുണയില്ലാതെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ 64-കാരിക്ക് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് ഇനി തണലിടം. മുളക്കുഴ അരീക്കട ചെറുകുന്നിൽ സുകേശിനിക്കാണ് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് സംരക്ഷണം നൽകിയത്. കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ ചെങ്ങന്നൂർ മുളക്കഴ അരീക്കര ചെറുകുന്നിൽ സുകേശിനി എന്ന 64-കാരിക്ക് ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ സംരക്ഷണമൊരുക്കി. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലം വിറ്റ് ജീവിക്കാനായി ഭർത്താവ് രാഘവൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങുകയും മുളക്കഴ അരീക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയുമായിരുന്നു. 7 വർഷം മുൻപ് സുകേശിനിയെ തനിച്ചാക്കി ഭർത്താവ് വിട പറഞ്ഞു. ആകെയുള്ള ഓട്ടോറിക്ഷ വിറ്റ് കിട്ടിയ പണവുമായി സഹോദരങ്ങളുടെ വീട്ടിലായി പിന്നീട് താമസം. കഴിഞ്ഞ 6 വർഷക്കാലമായി അരീക്കരയിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. സഹോദരിയും ഭർത്താവും വാർദ്ധക്യ സഹജമായ രോഗത്താൽ ബുദ്ധിമുട്ടിലായപ്പോൾ സുകേശിനിയെ കൂടി സംരക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് മുതുകുളത്തുള്ള ചില ബന്ധുവീടുകളിൽ എത്തിയെങ്കിലും പ്രതീക്ഷകൾ നഷ്ടമായി. എവിടെ പോകണമെന്നറിയാതെ മുതുകുളം പാണ്ഡവർകാവ് ജംഗ്ഷനിൽ ക്ഷീണിതയായി നിന്ന സുകേശിനിക്ക് അതുവഴി ഡ്രൈവിംഗ് പഠനത്തിന് വന്ന 2 യുവതികൾ തുണയാകുകയായിരുന്നു. ഇവർ വിവരം അന്വേഷിക്കുകയും കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ സുകേശിനിയെ എത്തിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ പോകാൻ മറ്റിടങ്ങളോ സംരക്ഷിക്കാൻ ബന്ധുക്കളോ ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വനിതാ പോലീസ് കോൺസ്റ്റബിൾ ജസീല എ ഗാന്ധിഭവനുമായി ബന്ധപ്പെട്ടു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഹരിപ്പാട് ഗാന്ധിഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ നേരിട്ടെത്തി ഗാന്ധിഭവൻ സ്നേഹവീട്ടിലേക്ക് സുകേശിനിയെ ഏറ്റെടുക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, പോലീസ് ഓഫീസർമാരായ ജസീല എ, ശ്യാം, സനോജ് എന്നിവരാണ് സുകേശിനിയെ ഗാന്ധിഭവനിലേക്ക് യാത്രയാക്കിയത്. സംരക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുമെന്ന് ഗാന്ധിഭവൻ അധികൃതർ അറിയിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സുകേശിനി അമ്മ ഇനി മുതൽ ഗാന്ധിഭവന്റെ തണലിലാണ്. കഴിഞ്ഞ ദിവസം കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസറായ ശ്രീമതി ജസീല മേഡം പത്തനാപുരം ഗാന്ധിഭവനുമായി ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു അമ്മ സ്റ്റേഷനിൽ അഭയം ചോദിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ബഹുമാന്യനായ ഗാന്ധിഭവന്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയും അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അമ്മയെ ഗാന്ധിഭവനിലേക്ക് ഏറ്റെടുക്കുകയുമായിരുന്നു. തൻ്റെ ഭർത്താവിനോടൊപ്പം മുതുകുളത്ത് താമസിച്ചിരുന്ന അമ്മ തങ്ങളുടെ കുടുംബം വിറ്റ് വീട് വിറ്റു എന്നിട്ടൊരു ഓട്ടോ വാങ്ങി ജീവിതത്തിനായിട്ട് ചെങ്ങന്നൂര് മുളക്കഴ അരീക്കര എന്ന പ്രദേശത്ത് വാടക വീടുകളിൽ താമസിച്ചു വരികയായിരുന്നു. 2017 ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി. അവസാനം സഹോദരിമാരുടെ വീടുകളിൽ കഴിയുകയും സഹോദരിമാർ അവരുടെ വീടുകളിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു സഹോദരിയുടെ വീട്ടിലാണ് അമ്മ കഴിഞ്ഞു വന്നത്. ഇപ്പോൾ ആ വീട്ടിലെ അവസ്ഥ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും വാർദ്ധക്യ സഹജമായ രോഗത്താൽ കിടപ്പിലാണ്. അപ്പോൾ അമ്മയെ കൂടി നോക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ മുതുകുളത്തുള്ള ബന്ധുവീടുകളിലേക്ക് എത്തിയതാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷകൾ നഷ്ടമാവുകയും തുടർന്ന് അവിടെ നിന്നിറങ്ങി പാണ്ഡവർകാവ് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അവശ നിലയിൽ അമ്മയെ കണ്ടപ്പോൾ അതുവഴി വന്ന ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന 2 സഹോദരിമാർ അമ്മയെ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പോലീസിൻ്റെ ഇടപെടലിലാണ് അമ്മയ്ക്ക് ഗാന്ധിഭവൻ സ്നേഹവീട് സംരക്ഷണം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ ഗാന്ധിഭവൻ്റെ തണലിൽ അമ്മ കഴിയും. അമ്മ സന്തുഷ്ടയായി ഈ കുടുംബത്തോടൊപ്പം കഴിയും. അമ്മയുടെ ആരോഗ്യപരമായ പരിരക്ഷയും മറ്റുമെല്ലാം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നോക്കി ഇനി മുന്നോട്ട് പോകും. ഇന്നലത്തെ വഴക്കണ്ട കണ്ടച്ചടത്തി ചതിങ്കലോ മുടയുന്ന ശബ്ദം കേട്ടല്ലോ. ഒരു കുപ്പിറം മളിച്ച വിജയൻ ചേട്ടൻ പയക്കിടന്നുറങ്ങാറും അതുമില്ലല്ലോ. CDNet ന്യൂസ് കായംകുളം.